സൈഫുദ്ദീൻ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡ്റേനിംഗ് ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് അദാനിക്ക് ബന്ധമുണ്ടെന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അദാനി നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട പോർട്ടുകൾ, ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിലും അതുപോലെ ചെന്നൈയിലെ എന്നൂർ പോർട്ടിലുമാണ് ഈ MSC കമ്പനിക്ക് പങ്കാളിത്തമുള്ളത്. ഉടമകളാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 49% ഓഹരികളാണ് ഈ രണ്ട് പോർട്ടുകളിലും ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. 2013 ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ അതായത് അദാനി ഷിപ്പിംഗ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് അദാനി കണ്ടെയ്നർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് MSI കമ്പനിക്ക് 50% ഓഹരി അന്ന് വാങ്ങിയത്. 2023 ചെന്നൈയിലെ എന്നൂർ പോർട്ടുമായി ബന്ധപ്പെട്ട് 49% ഓഹരികൾ ഈ MSCയുടെ സഹകമ്പനി വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കമ്പനികൾ തമ്മിൽ 2013 മുതൽക്ക് തന്നെ ബന്ധമുണ്ടെന്നുള്ളത് വാർത്താക്കുറിപ്പിലൂടെ അദാനി കമ്പനി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു നിയമ നടപടിയിലേക്ക്, പ്രത്യേകിച്ച് ക്രിമിനൽ നിയമ നടപടികളിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി കുറിപ്പുകളിൽ അദ്ദേഹം വ്യക്തമാക്കിയതും ഇക്കാര്യം തന്നെയാണ്. അതായത് ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധമുള്ള MSC കമ്പനിയുമായിട്ട് ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രിമിനൽ നടപടികളിലേക്ക് നീങ്ങണ്ട എന്നാണ് സംസ്ഥാനത്തെ തീരുമാനമെന്നും അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു എൽസ 3 കപ്പലിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് ഈ തീരമേഖലയടക്കം വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ക്രിമിനൽ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നില്ല എന്നുള്ള വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വാർത്തകളും പുറത്തു വന്നിരിക്കുന്നത്. അദാനിയുമായി ബന്ധമുള്ള ഒരു കപ്പൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു ക്രിമിനൽ നടപടിയിലേക്ക് പോകണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അദാനിയുമായിട്ട് സംസ്ഥാന സർക്കാരിന് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപം പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് CPM ഒക്കെയും അദാനിയുമായിട്ടൊക്കെയും വലിയ ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞം തുറമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം തീരത്തിനടുത്ത് തന്നെ ഇത്തരത്തിലുള്ള രണ്ട് അപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ അദാനി കമ്പനിക്കെതിരെ അല്ലെങ്കിൽ അദാനിക്കെതിരെ എന്തുകൊണ്ട് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷമുള്ള എന്തെങ്കിലും സംഭവങ്ങളിൽ, നടപടികളിൽ, നീക്കങ്ങളിൽ അദാനി ഇടപെട്ടതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? സൈഫുദ്ദീൻ, അതുമായി ബന്ധപ്പെട്ട് നിലവിൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിക്കുന്നില്ല. 2013 മുതൽക്ക് തന്നെ ഈ മിഡ്റേനിംഗ് ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് അദാനിക്ക് ബന്ധമുണ്ടെന്നും ഓഹരികൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും പാർട്ണർ കമ്പനികളായി പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു പ്രതികരണവും അദാനി കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. 2023 ഇത് വ്യക്തമാക്കുന്ന ഒരു വാർത്താക്കുറിപ്പ് അദാനി കമ്പനി തന്നെ പുറത്തിറക്കിയത്. അതിൽ പറയുന്നത് 2013 2023 MSC കമ്പനിയുമായിട്ട് രണ്ട് പോർട്ടുകളിലെ അദാനി ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് വലിയ രണ്ട് കരാറുകൾ ഒപ്പുവെച്ചത്. ഇവർ പാർട്ട്നേഴ്സ് ആണെന്നും 49% ഓഹരികൾ ഇരു കമ്പനികൾക്കും ഉണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനികൾക്കെതിരെ ഒരു നിയമ നടപടിയിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീങ്ങാത്ത സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അദാനിയുമായിട്ടുള്ള കൂടുതൽ ബന്ധമാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷമടക്കം ആരോപിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും അദാനി ഷിപ്പ്യാർഡ് അല്ലെങ്കിൽ അദാനി തുറമുഖ കമ്പനികളുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണവും നിലവിൽ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത് മിഡ്റേനിംഗ് ഷിപ്പിംഗ് കമ്പനി ജനീവ ആസ്ഥാനമായിട്ടുള്ള MSC എൽസ കമ്പനി എൽസ ഷിപ്പ് കഴിഞ്ഞ ആഴ്ചയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കമ്പനിക്ക് ഈ അദാനിയുമായിട്ട് ഓഹരി ഇടപാടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ നടപടി ഒഴിവാക്കുന്ന എന്നുള്ള ഒരു രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സൈഫുദ്ദീൻ, തീർച്ചയായും പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം. കാരണം വിഴിഞ്ഞം പോർട്ടിന്റെ റണ്ണിങ്ങിൽ, അതിന്റെ നടത്തിപ്പിൽ, അതിന്റെ ഭാവിയിലൊക്കെ നിർണായകമായ പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ് അദാനി പോർട്സ്. അപ്പോൾ അദാനിയുടെ വ്യാപാര പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്ന MSC കപ്പൽ, അതാവട്ടെ MSC കമ്പനി ഈ വിഴിഞ്ഞത്തേക്ക് കാര്യമായി ചരക്ക് നീക്കം നടത്തുന്ന പ്രധാനപ്പെട്ട കമ്പനിയുമാണ്. അതും വിഴിഞ്ഞത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. MSC കമ്പനിയെ പിണക്കാതിരിക്കുക എന്നുള്ളത്. സ്വാഭാവികമായും വിഴിഞ്ഞവും MSCയും അദാനിയും തമ്മിലുള്ളൊരു കണക്ഷൻ ഇതിനകത്ത് നിർണായകമാണ്. അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷവും കോൺഗ്രസും അതിനകത്ത് നിർണായക രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതും. അപ്പോൾ ഇതിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രതികരണത്തിനപ്പുറത്തേക്ക് പ്രതിപക്ഷം ഇതിന്മേൽ എത്ര കണ്ട് ആയുധമാക്കി ഇതെടുക്കാനുള്ള സാധ്യതയുണ്ട്? ഈ ആരോപണം എത്ര കണ്ട് വളരാനുള്ള സാധ്യതയുണ്ട്? സൈഫുദ്ദീൻ, ഈ വിഴിഞ്ഞം തുറവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിന്റെ പ്രതിസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ഒരേ രീതിയിൽ മത്സരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കപ്പൽ അപകടം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെയും ഒരു ക്രിമിനൽ നടപടിക്ക് ഈ MSC
കമ്പനിക്കെതിരെ നീങ്ങാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷം വലിയ ആയുധമാക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് അദാനിയുടെ അല്ലെങ്കിൽ അദാനി കമ്പനിയുമായിട്ട് MSC കമ്പനിയുടെ ഉടമസ്ഥതയുള്ള ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ആണ് ഇതിനുവേണ്ടി നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അത് 2013 ഈ മുന്ദ്ര തുറമുഖത്തിലും അതുപോലെ 2023 ഈ എന്നൂർ തുറമുഖത്തിലുമാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇരു കമ്പനികൾ തമ്മിൽ വ്യാപാര ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ടെന്നുള്ളതിരിക്കെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതിലൊരു നടപടിക്ക് വേണ്ടി വൈകുന്നത് അല്ലെങ്കിൽ അറച്ചു നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് പ്രതിപക്ഷം ഉയർത്തുന്നത്. അത് വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം ഒരു ആയുധമാക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് നമുക്കറിയാം അദാനി കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ഈ BJPയുടെ